ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശം പറയുകയാണ്, വിശന്നിട്ടും വയ്യ, അവൾ വരാണ്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും നമ്മുടെ രാജകുമാരനോട് പറയും, അതൊന്നും വേണ്ട ചാ, പെട്ടെന്ന് കഴിക്കാം. എന്നിട്ട് അവൾ വരുന്നതിന് മുമ്പ് ഇല മടക്കിക്കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ഇലയിട്ടിരുന്നാൽ മതിയല്ലോ, അവൾക്ക് മനസ്സിലാവാനൊന്നും പോകുന്നില്ല എന്ന് വിക്രം പറയുവാണ്. അത് കേട്ട് അവർ പെട്ടെന്ന് കഴിക്കുവാണ് കേട്ടോ. അതേ സമയത്ത് കാർത്തിക അമ്മയുടെ കൂടെ ഇരുന്ന് ഓണമൊക്കെ ആഘോഷിക്കുവാണ്. സദ്യയൊക്കെ കഴിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അവിടെ കാത്തിരുന്ന് മടുത്ത് കാണും, കുറച്ച് കാത്തിരിക്കട്ടെ, രാവിലെ കുറച്ച് സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ, കുറച്ചൊക്കെ പട്ടിണി കിടക്കട്ടെ, അടുത്ത വർഷത്തെ ഓണം നമുക്ക് എന്തായാലും കല്യാണിയുടെയും കുടുംബത്തിൻ്റെയും കൂടെ തന്നെ ആഘോഷിക്കണം എന്നൊക്കെ കാർത്തിക അമ്മയോട് പറയുവാണ്. അമ്മയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടന്നെങ്കിലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ മോളെ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതൊന്നുമില്ല, നല്ലൊരു ഓണമായിരിക്കും അടുത്ത വർഷം നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരൊരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കുവാണ്. അങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തികയുടെ വണ്ടി ഇവിടെ ഒച്ച കേൾക്കുവാണ് കേട്ടോ. അത് കേട്ട് അവർ പെട്ടെന്ന് ഇലയെല്ലാം മാറ്റി പ്രകാശനും മുത്തശ്ശിയൊക്കെ പുതിയ ഇലയൊക്കെ ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ കാർത്തിക വന്നിട്ട് നിങ്ങൾക്ക് കഴിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് വിശന്നായിരുന്നു, കഴിക്കണം എന്നൊക്കെ പറഞ്ഞു, ഞങ്ങളാ പറഞ്ഞ ചേച്ചി വരാതെ കഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞേക്കുക എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശി ദേഷ്യപ്പെട്ട് വിക്രത്തെ നോക്കുന്നുണ്ട്, എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് ഇട്ടോ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, വിശന്ന് കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ വരുന്നു നോക്കിയിരിക്കരുത്, ആരാണേലും വിശന്ന് കഴിഞ്ഞാൽ അപ്പം കഴിച്ചോണം, എന്തായാലും താമസിപ്പിക്കേണ്ട, നമുക്ക് കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ കറിയെല്ലാം നോക്കിയിട്ട് മനസ്സിൽ കാർത്തിക വിചാരിക്കുന്നുണ്ട്, ഇതൊന്ന് തട്ടിയിട്ടിരിക്കുന്ന ലക്ഷണമുണ്ടല്ലോ, എല്ലാത്തിനും അളവ് കുറവുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒന്നും അറിയാത്ത രീതിയിൽ അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി ഓണപ്പാട്ടൊക്കെ പാടിയിട്ടാണ് സദ്യ കഴിക്കുന്നത്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് ഓണസദ്യ കഴിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ CS-ഉം രൂപയും സോണിയും എല്ലാം കൂടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. യാമിനി എല്ലാവരും കഴിക്കുന്നുണ്ട് ഓണസദ്യ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രൂപ പറയുവാണ്, എല്ലാം ഓക്കെ, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കഴിയുമ്പോൾ മോളുടെ കോമ്പറ്റീഷനിലാണോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ എന്ന് പറയുമ്പോൾ സോണി പറയുന്നുണ്ട്, അവൾ മിടിക്കാമേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവൾക്ക് തന്നെ കിട്ടും പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് ഓണം ആഘോഷിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ പുതിയ കമ്പനിയുടെ MD ആയിട്ട് നമ്മുടെ വിക്രത്തെ കാർത്തിക എല്ലാവരുടെയും മുമ്പിൽ പരിചയപ്പെടുത്തുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനും വിക്രവും പറയുന്നതനുസരിച്ചായിരിക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. RS കൺസ്ട്രക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഫീൽഡ്. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ തോറ്റു പോകാൻ വേണ്ടിയിട്ടുമല്ല നമ്മളിത് ആരംഭിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും മുൻപോട്ട് തന്നെ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട മോളെ, ഈ നല്ല രീതിയിൽ ഇന്നത്തെ കാര്യമൊക്കെ മാർക്കറ്റ് ചെയ്യണം, എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, മാർക്കറ്റിങ്ങിലൂടെയല്ല, നമുക്ക് നല്ല ക്ലയൻസിലൂടെ വേണം ഇതൊക്കെ മുമ്പോട്ട് പോകാൻ, എന്തായാലും ഇവൻ ഭദ്രദീപം തെളിയിക്കട്ടെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ മാറി നിന്ന് ലക്ഷ്മി കാണുന്നുണ്ട്. കാർത്തിക അപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, നോക്ക് സന്തോഷിക്കുന്നത് നോക്കുമെന്ന് പറഞ്ഞ്. അച്ഛൻ ആദ്യം ഭദ്രദീപം തെളിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, മോള് കത്തിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല, അച്ഛനും ഇവനും ആദ്യം കത്തിക്കുക, അത് കഴിയുമ്പോൾ ഞാൻ കത്തിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ആദ്യം പ്രകാശനും പിന്നെ വിക്രവും ഭദ്രദീപം തെളിച്ചിട്ട് കാർത്തികയും തെളിക്കുവാണ്. മനസ്സിൽ കാർത്തിക വിചാരിക്കുന്നുണ്ട്, എൻ്റെ അമ്മ സൂര്യോദയത്തിന് മുമ്പേ വന്ന് നാടേ മുറിച്ച് ഭദ്രദീപം തെളിയിച്ചു, അതിൻ്റെ ഒരു ഐശ്വര്യം എന്തായാലും ഈ കമ്പനിക്ക് ഉണ്ടാവും, നിൻ്റെയൊക്കെ വെറും പ്രഹസനമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ലക്ഷ്മീനെ കണ്ടിട്ട് കാർത്തിക പറയുവാണ്, എന്തായാലും അമ്മ പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി, അമ്മ ഈ നാട്ടിലുണ്ടെന്ന് അവരറിയണം, അതിൻ്റെ ഒരു പേടി അമ്മയ്ക്കും മോൻ്റെയും മുഖത്തുണ്ടായിരിക്കണം, എന്തായാലും എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടേണ്ട, പക്ഷെ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം, അതിൻ്റെ സമയമായിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ലക്ഷ്മിയെ സമ്മതിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അയാൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പിന്നെയും പുറത്തു കൊടുക്കാമായിരുന്നു, ഇതൊരു മാറ്റവും ഇല്ല, അതിലും വഷളായിട്ട് അയാളുടെ സ്വഭാവം വന്നിരിക്കുന്നത്, അപ്പോൾ എന്തായാലും അയാൾ അനുഭവിക്കേണ്ട സമയമായി, ഇപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ട് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇനി പയ്യെ നമുക്ക് ഓരോ മൂവ് എടുക്കേണ്ട സമയമായിട്ടുണ്ടമ്മേ എന്നൊക്കെ പറയുവാണ്. ലക്ഷ്മി അത് സമ്മതിക്കുവാണ്. അതുമ്പോൾ പറയുവാണ്, ഞാൻ അനുഭവിച്ചതിനെല്ലാം അയാൾ അനുഭവിക്കാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ അവരിങ്ങനെ പരസ്പരം സംസാരിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.